ദീപകിൻ്റെ കുടുംബാംഗം സനീഷ് നമുക്കൊപ്പം ചേരുന്നു. സനീഷ്, എന്നെ കേൾക്കാൻ കഴിയുന്നു എന്ന് കരുതുന്നു. ഈ മരണത്തിന് തലേന്ന് ദീപക് കുടുംബാംഗങ്ങളുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നു? അല്ല, എന്നെ വിളിച്ചിരുന്നു. അവൻ ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവൻ ശനിയാഴ്ച രാവിലെ എന്നെ വിളിച്ചതാ. ഓക്കെ, അല്ല, അത് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ സംഭവം, ഈ വീഡിയോ പുറത്ത് വായുന്നതിന് ശേഷം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി, അത് നിങ്ങൾ കുടുംബത്തിനിടയിലോ അങ്ങനെ വല്ല ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, വീഡിയോൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ശരിക്കും ഇല്ല, ചർച്ച ഓൻ അധികം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഓൻ ആരോടും അങ്ങനെ പുറത്തേക്ക് വിടൂല. ഞാൻ പറയുകയാണെങ്കിൽ തന്നെ അമ്മനോടേ പറയുള്ളൂ. അമ്മൻ്റെ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മനോടൊന്നും ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. ഇപ്പം ഞങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ട് ഇപ്പം ഗ്ലൂക്കോസോ കാര്യങ്ങളോ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടൊന്നുമില്ല. മോനെ തന്നെ വിളിച്ച് ഇങ്ങനെ കരയുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലപ്പോൾ നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞതാണ്. ഇനി ദീപക് എവിടെയാണ് ജോലി ചെയ്യുന്നത്? എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് അറിഞ്ഞിട്ടില്ല. ഞാൻ FIR ഇടാൻ പോകുമ്പോൾ ദീപക് ഈസ്റ്റിലാണ്. അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. അതെ, ദീപക് അന്ന് യാത്ര ചെയ്യുമ്പോൾ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, മറ്റൊരു കൈ കൊണ്ട് ബസ്സിൽ പിടിക്കുകയായിരുന്നു. അപ്പോൾ ഇതെന്താണ് ഈ സംഭവിച്ചതെന്നുള്ളൊരു വിശദീകരണം പുള്ളി സുഹൃത്തുക്കളോടോ മറ്റാരോടുമൊക്കെ ആയിട്ട് പറഞ്ഞ കാര്യം അറിയാമോ? ഇല്ല, അവൻ്റെ ഒരു ഫ്രണ്ടിനോട് അവൻ രാത്രി വിളിച്ചിനി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വന്നതെന്നുള്ളത് ആ ഫ്രണ്ടിന് അത് കഴിഞ്ഞപ്പോൾ വേറൊരു വീഡിയോ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ വന്നത്, അതും പ്രശ്നമാക്കണ്ട, നമുക്കത് ആരെങ്കിലും ഇതാക്കിയിട്ട് ക്ലിയർ ആക്കാൻ നമുക്ക് പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആയിക്കോട്ടെ, നമുക്ക് നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞതാണ്. അപ്പം ഈ സംഭവം, ഈ വീഡിയോ പുറത്തു വന്ന് പുള്ളിയെ ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അല്ലേ? അല്ലാതെ മരണത്തിന് മറ്റൊരു കാരണവും ഇല്ല. ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തെ അലട്ടിയിരുന്ന പ്രശ്നം അല്ലേ? മാനസികം വേറെ ഒരു കാരണം അതിനില്ല. അതിന് വേറൊരു കാരണം അതിലില്ല. കാരണമില്ലാത്ത കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് എന്തുണ്ടെങ്കിലും ഒന്നെങ്കിൽ ഇളവനോട് എന്നോട് അധികം മുഖഭാഗം എന്നോട് പറയും. പക്ഷെ അന്ന് വരാതെ നിന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവൻ വരാമെന്ന് എന്നോട് പറഞ്ഞിനി. അങ്ങനൊരു സംഗതി ഉണ്ടായില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ ഇതാണ് കേൾക്കണത്. ആകെ അച്ഛനും അമ്മക്കും ആകെ ഒരു മോനാണുള്ളത്. അവൻ്റെ ഒരു സഹായത്തിന് വരുമാനത്തിൻ്റെ മുകളിലാണ് കുടുംബം കഴിയണത്. അവനെ എല്ലാവരും ഇത് അറിയുമ്പോൾ അവൻ്റെ ഷെയ്മഡായി എന്നുള്ളൊരു തോന്നൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ്. എല്ലാവരും എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു, അവൻ അങ്ങനത്തെ ഒരാളുമല്ല. ഒരാളെ അടുത്തേക്കും അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും അവൻ പോവില്ല. വീട് ഇതെന്നല്ലാതെ വേറൊരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ 4 ഫ്രണ്ട്സ് അവനുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് മാത്രം വിളിച്ച് ചോദിക്കലുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുമോ. എൻ്റെ ഷോപ്പിൽ തന്നെയാണ് ഇനി ആദ്യമൊക്കെ കോവിഡ് കാലത്തൊക്കെ നിന്നത്. അതുകൊണ്ട് ഞാനൊരു ഫ്രണ്ട് പോലെയാണ്. നമ്മൾ ഏട്ടനഞ്ചിനെന്നുള്ള കണക്കല്ല, ഒരു ഫ്രണ്ട് പോലെ തന്നെ ഞങ്ങൾ നടന്നു പോകുന്നത്. പോയപ്പോൾ ഒരു സൈഡ് നമുക്ക് പോയ പോലെ തന്നെ എല്ലാവർക്കും. അതെ, ഈ ഇതിൽ ദീപകിന്റെ വീഡിയോ തന്നെയാണെന്ന് മനസ്സിലാക്കി സങ്കടം തന്നെ ഞങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത്. അതെ, ഈ ദീപകിൻ്റെ ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇത് ദീപകിൻ്റെ വീഡിയോ തന്നെയാണെന്ന് അയൽവാസികളോ അല്ലെങ്കിൽ അടുത്തുള്ള കൂട്ടുകാരോ ഒക്കെ തിരിച്ചറിയുകയും അത് ദീപക്കല്ലേ എന്ന് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വല്ലതും പറഞ്ഞു കേട്ടിരുന്നോ? അതുണ്ടായി. അത് വന്നിക്കണേ ഓൻ്റെ അടുത്തേക്ക് അങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടാണ് ഓനത് എങ്ങനെ ഇനി ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു പ്രശ്നം. ഒരാളെ ഓൻ പർച്ചേസിന് പോണതല്ലേ, കുറേ ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്നതല്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നുള്ളൊരു ധാരണ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഈ വീഡിയോ ഇട്ട ആരെങ്കിലും, ആ യുവതിയോ അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങൾ കുടുംബാംഗങ്ങളെ വല്ലതും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആരും ബന്ധപ്പെടാനോ കാര്യങ്ങളൊന്നും വന്നില്ല. എന്താണ് ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യാനാണ്? നിയമപരമായി നീങ്ങുവാന്ന് അറിഞ്ഞു. പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞു? അല്ല, ഞങ്ങളിപ്പോൾ വ്യക്തമായി നീങ്ങണത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ കമ്മീഷണർക്ക് പരാതി കൊടുക്കും, കളക്ടർക്കും കൊടുക്കും പരാതി. അപ്പം ഞാൻ ഇത് തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തയ്യാറാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേക്ക്, ഒരു 12-12:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതിപ്പം കളക്ടറെ അടുത്ത് കൊണ്ട് കൊടുക്കണം, കമ്മീഷണർക്ക് കൊടുക്കാണ്ട്, പിന്നെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കൊടുക്കാണ്ട്.
ദീപകിന്റെ മരണം നടന്നതിന് ശേഷം ഈ മനുഷ്യാവകാശത്തിൻ്റെ അതിൽ കൊടുക്കാനുണ്ട്. കുടുംബത്തെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ പോസ്റ്റ് ഇട്ടവരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റി എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് ആരെങ്കിലും ബന്ധപ്പെടുകയോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒന്നും ആരും വന്നിട്ടൊന്നുമില്ല. ഞങ്ങളോട് ആരും ഒന്നും സംസാരിക്കാൻ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ടൈമും നമുക്ക് ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് ആകെ പോയപ്പം തന്നെ ആകെ ഇതായി നിൽക്കുക. ഒരു വന്നാൽ തന്നെ ഞങ്ങളെ പ്രതികരണം വേറെയാവും. ഈ ദീപക് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന ആളാണോ? അദ്ദേഹത്തിന് അങ്ങനെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഉള്ള ആളല്ലേ? സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉണ്ട് അവന്. പക്ഷേ എന്താ വെച്ചാൽ ഓൻ അങ്ങനെ ഒരു ഇതിലേക്കൊന്നും ഓൻ്റെതായിട്ടുള്ള ഒരു ഇതും കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഓന് കമ്പനി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാന്നല്ലാതെ വേറൊരു സംഗതിക്ക് ഓൻ ഇതായിട്ടില്ല. ഓക്കെ. ഈ ദീപകിൻ്റെ വീട്ടിലുള്ളവർ അവരിപ്പോൾ എവിടെയാണ്? വീട്ടിൽ തന്നെയാണോ? അവർക്ക് ഒരു പ്രതികരണത്തിനൊന്നും വല്ലാതെ ഡൗൺ ആയി പോയി കാണും. ഒറ്റ മകൻ മരിച്ചുപോയതിൻ്റെ ഒരു ദുഃഖം വീട്ടിൽ തന്നെയാണുള്ളത്. എടാമക്ക് തീരെ ഡൗണായി, അമ്മക്ക് ഡൗൺ ആയിട്ട് ഇപ്പോൾ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ പോയിന്. അമ്മ പ്രഷറും ഷുഗറൊക്കെ കൂടിയിട്ട് ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. ഇന്നിപ്പം നേരം ഇതൊക്കെ ഞാനൊക്കെ പറഞ്ഞ് അവസാനം ചായ കുടിച്ച് ഇപ്പോൾ അവിടെ മറ്റൊന്ന് കണ്ണ് മാടിയാണ്. അപ്പോൾ ആരോട് ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അച്ഛനായിരുന്നു ആകതായി. അച്ഛനും അമ്മ ആകെ ഒരു മോനാണുള്ളത്. ആ മോൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ.